വയനാട് ദുരന്തത്തിനിടയിലും കേരളീയം പരിപാടിക്ക് 1,38,00,000 കൊടുക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം വിവാദത്തിലായിരിക്കുകയാണ്. ഓഗസ്റ്റ് 14 മന്ത്രിസഭാ യോഗത്തിലാണ് വർക്ക് ഓർഡർ ലഭിക്കാതെ കേരളീയത്തിന് ടൂറിസം പവലിയൻ തയ്യാറാക്കിയ ഇൻവിസ് പ്രൈവറ്റ് ലിമിറ്റഡിന് തുക നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. വയനാട് ദുരന്തമുഖത്തായിട്ടും ഇൻവിസിന് വേണ്ടി ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പ്രത്യേക താല്പര്യമെടുത്താണ് ഫയൽ മന്ത്രിസഭാ യോഗത്തിൽ എത്തിച്ചത്. കേരളീയം പരിപാടിക്ക് കേരളം ടൂറിസം പവലിയൻ തയ്യാറാക്കിയതിന് ചെലവായ 1,38,600,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇൻവിസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു ടൂറിസം പവലിയൻ തയ്യാറാക്കിയത്. തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്തായിരുന്നു ഈ പവലിയൻ. കേരളം കാലാതീതമായ യാത്ര എന്നതായിരുന്നു പ്രമേയം. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, വൈവിധ്യമാർന്ന ആത്മീയത, അതിശയിപ്പിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവ അടങ്ങിയതായിരുന്നു ഈ പവലിയൻ. കേരളീയം വളരെ പെട്ടെന്ന് പ്രഖ്യാപിച്ച പരിപാടിയായതിനാൽ വർക്ക് ഓർഡർ നൽകാതെയായിരുന്നു ഇൻവിസ് പ്രൈവറ്റ് ലിമിറ്റഡിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2023 നവംബർ 8 കേരളീയം പരിപാടി കഴിഞ്ഞിട്ടും പവലിയൻ ചെയ്ത തുക ഇൻവിസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. കേരളത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അടിയന്തര സാഹചര്യത്തിൽ ചെയ്തതുകൊണ്ടാണ് വർക്ക് ഓർഡർ നൽകാൻ സാധിക്കാതെ വന്നതെന്നും അതുകൊണ്ട് തന്നെ സാധൂകരണം നൽകണമെന്നും ടൂറിസം ഡയറക്ടർ 2024 ഏപ്രിലിൽ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. കേരളീയം പരിപാടി മൂലം ടൂറിസം മാർക്കറ്റിംഗ് എന്ന വലിയ ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചുവെന്നും അതുകൊണ്ട് ടൂറിസം ഡയറക്ടറുടെ നടപടി സാധൂകരിക്കാമെന്നും ഓഗസ്റ്റ് 14 മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്ന് ടൂറിസം വകുപ്പിൽ നിന്നിറങ്ങി പണം അടുത്ത ആഴ്ച ഇൻവിസിന് കൈമാറും. 27 കോടി രൂപയാണ് സർക്കാർ കേരളീയം പരിപാടിക്ക് നൽകിയത്. ബാക്കി തുക സ്പോൺസർഷിപ്പ് വഴി സമാഹരിച്ചിരുന്നു. സ്പോൺസർമാരുടെ വിവരങ്ങൾ സർക്കാർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അടുത്ത കേരളീയം പരിപാടി 2024 ഡിസംബറിൽ നടക്കും. വയനാട് ദുരന്തത്തിന്റെ പ്രതിസന്ധിക്കിടയിലും നവകേരള സദസ്സിനും കേരളീയത്തിനും മുഖ്യമന്ത്രിയുടെ പരസ്യം 5 സംസ്ഥാനങ്ങളിലെ തിയേറ്ററിൽ കാണിക്കാനും ഈ മാസം ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് ഏകദേശം 12 കോടിയോളം രൂപയാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.